അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നിർമ്മാണശാലകളിൽ നിന്നുയരുന്ന പുകച്ചുരുളുകളോ വിപണിയിലെ ലാഭനഷ്ടങ്ങളുടെ അക്കങ്ങളോ ഇല്ല യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധിയെ വിളിച്ചോതുന്നത്. മറിച്ച് ആ ഉൽപ്പാദനം ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ മണ്ണിൽ എത്രത്തോളം ഉണ്ട് എന്നതിലാണ് ഒരു രാജ്യത്തിൻ്റെ വിജയമടങ്ങിയിരിക്കുന്നത്. ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും GDP എന്ന ആശയത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളുമായ സൈമൺ കുസ്നെറ്റ്സിൻ്റെ വാക്കുകളാണിത്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കേവലം വികസനത്തെ അളക്കുന്നത് അക്കങ്ങൾ കൊണ്ട് മാത്രമാണ്. $32 ട്രില്യൺ GDP ഉള്ള അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. തൊട്ടുപിന്നിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് $4 ട്രില്യൺ. 2010 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ വളരെ പെട്ടെന്നാണ് 6ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ 7% GDP വളർച്ച കൈവരിച്ചപ്പോൾ അമേരിക്ക ഇത് രേഖപ്പെടുത്തുന്നത് വെറും 2.1% മാത്രമാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ GDP കൊണ്ട് അളക്കുന്ന കണക്കുകൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഫലവത്താകുന്നുണ്ട് എന്ന ചോദ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് GDP എന്ന വികസന കാഴ്ചപ്പാടിൻ്റെ പരിമിതികൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയായ ILO പുറത്തുവിട്ട റിപ്പോർട്ട് ഈ വികസന കാഴ്ചപ്പാടുകളിലെ വലിയ തോതിലുള്ള വിടവ്, പരിമിതികൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ ശരാശരി ഒരാഴ്ചയിലെ തൊഴിൽ സമയം 38 മണിക്കൂറാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ 46.5 മണിക്കൂറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം ജോലി ചെയ്യേണ്ടി വരുന്നത്? ഉത്തരം ലളിതമാണ്. വേതന വ്യവസ്ഥയിലെ ഭീമമായ വ്യത്യാസമാണ്. ഈ വ്യത്യാസത്തിന് പിന്നിലെ പ്രധാന കാരണം ഉൽപ്പാദനക്ഷമതയാണ്. കുറഞ്ഞ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ഉൽപ്പന്നവും സേവനങ്ങളും നിർമ്മിക്കാനുള്ള കഴിവിനെയാണ് ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം വ്യക്തമാക്കുന്നതനുസരിച്ച് വിദ്യാഭ്യാസവും പരിശീലനവും മെച്ചപ്പെടുത്തുക, AI റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദിപ്പിക്കുക, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവ കൂടാതെ ഒരു രാജ്യത്ത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. അമേരിക്കയിൽ ടെസ്ല പോലുള്ള കമ്പനികൾ വലിയ തോതിലുള്ള ഓട്ടോമേഷൻ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇന്ത്യയിലെ ചെറുകിട ഇടത്തര വ്യവസായങ്ങൾ ഇപ്പോഴും സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്ന വിഷയത്തിൽ വളരെ പിന്നിലാണ്. 2022 അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉൽപ്പാദനക്ഷമതയിൽ കുറവുണ്ടായെങ്കിലും ഇതിൽ അമേരിക്കയിൽ 1% കുറവാണെങ്കിൽ ഇന്ത്യയിൽ ഇത് 3% കുറവാണ് രേഖപ്പെടുത്തിയത്. സ്വന്തം രാജ്യത്ത് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തി ഇറക്കുമതി കുറച്ച് കയറ്റുമതി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. GDP വികസനത്തിൻ്റെ മറ്റൊരു മറുവശം സാമൂഹിക സുരക്ഷയാണ്. അമേരിക്കയിൽ OASDI പോലുള്ള സർക്കാർ പ്രോഗ്രാമുകളിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും പെൻഷനും ഇൻഷുറൻസും ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യയിലെ അനൗദ്യോഗിക മേഖലയിൽ 90% വരുന്ന തൊഴിലാളികൾക്കും യാതൊരുവിധ പെൻഷൻ സഹായങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മെഡിക്കൽ സഹായം, ഭക്ഷ്യസുരക്ഷ, തൊഴിൽ നഷ്ടസഹായം എന്നിവ അമേരിക്കയെ സംബന്ധിച്ച് വളരെ പിന്നിലാണ്. സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം ഇന്ന് GDPക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന പേരിൽ ഭൂട്ടാൻ എന്ന ചെറിയ രാജ്യം മനുഷ്യൻ്റെ സന്തോഷത്തെയാണ് GDPയുടെ അളവായി കൂട്ടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വ്യക്തമാക്കുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ അളക്കുന്ന HDI റാങ്കിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം, ഉയർന്ന GDP എന്നാൽ ഉയർന്ന ജീവിത നിലവാരം എന്നർത്ഥമില്ല. മറിച്ച് യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണവും അതേപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണവും പോലും GDPയുടെ അളവിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വർത്തമാനകാലത്ത് ലോകരാജ്യങ്ങൾ GDP അളക്കുന്നത് വെറും അക്കങ്ങൾ കൊണ്ട് മാത്രമാണ്.
പർച്ചേസിംഗ് പവർ പാരിറ്റി PPP അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. എന്നാൽ ഇതേ ഇന്ത്യ പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ 130ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ കേവലം ഉൽപ്പാദനത്തിൻ്റെ അക്കങ്ങൾക്കപ്പുറം കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് നല്ല തൊഴിൽ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർത്തിക്കൊണ്ട് വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.